അജിത് കുമാർ സുബ്രഹ്മണ്യം, എല്ലാവർക്കും അജിത് കുമാർ, തല, അൾട്ടിമേറ്റ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അയാളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുണ്ട്. അയാൾ ഒരു റേസറാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്, നന്നായിട്ട് ഫോട്ടോ എടുക്കുന്ന ആളാണ്, നല്ലൊരു ആക്ടറാണ്. മീൻസ് തമിഴിലെ ഈക്വലൻ ടു വിജയ്. അജിത്തിന് അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അയാളെ പറ്റി അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അജിത്തിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ പറഞ്ഞു പോവാം. അജിത്ത് ജനിക്കുന്നത് 1971 മെയ് 1 ജനിക്കുന്നത്. അതന്നെ അയാളുടെ ഒരു ട്രേഡ് മാർക്കാണ്. കാരണം മെയ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സ് ഡേ ആണല്ലോ, തൊഴിലാളി ദിനം. അന്നാണ് ഇയാൾ ജനിക്കുന്നത്. അജിത്തിൻ്റെ അച്ഛൻ ഒരു പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള തമിഴനാണ്. അജിത്തിൻ്റെ അമ്മ വെസ്റ്റ് ബംഗാൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിന്ധി ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. അജിത്തിൻ്റെ അമ്മയ്ക്കും അച്ഛനും 3 കുട്ടികളാണ്. അജിത്താണ് അതിൽ മൂത്തത്. ബാക്കി 2 ആൾക്കാർ മൂപ്പരെക്കാളും ചെറുതാണ്, ഇളതാണ്. അതിൽ അജിത്ത് മാത്രമേ ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളൂ. അതായത് ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ 10ാം ക്ലാസ്സിൻ്റെ മുകളിലേക്ക് പഠിപ്പ്, അയാൾ പറയുന്ന പോലെ തമിഴ് പറയുന്നുണ്ട്, പഠിപ്പ് ഏറല എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അയാൾ പഠിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് അജിത്ത്. പക്ഷേ അജിത്തിന് അനിയന്മാർ US ബിസിനസ് ചെയ്യുന്ന ഒരാൾ ജോഡി നമ്പർ 1 എന്നുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഒരു CEO, അതിൻ്റെ ഫൗണ്ടർ എന്തോ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അജിത്തിൻ്റെ കുടുംബം. സോ അങ്ങനെയുള്ള അജിത്ത് ഫസ്റ്റ് ഇറങ്ങുന്നത് ഗാർമെൻറ്റ് എക്സ്പോർട്ട് കമ്പനിയിൽ ഒരു മെർച്ചൻഡൈസറായിട്ടാണ്. ഈറോഡ് ആ ഭാഗത്ത്, കോയമ്പത്തൂർ ആ സൈഡ് ഒക്കെ ചെറിയ ബിസിനസ്സും മറ്റേ ഈ ഗാർമെൻറ്റുകളൊക്കെ വിൽക്കുന്ന ഇതിൻ്റെ ഒരു കമ്പനി പോലെയാണ് അയാൾ ആദ്യം തുടങ്ങുന്നത്. പക്ഷേ അതിന് കുറേ കാലം നീണ്ടു നിൽക്കാനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ബിസിനസ്സൊക്കെ പൊട്ടി അതിനൊക്കെ ഭയങ്കര ബാധ്യതയൊക്കെ വരുമ്പം അജിത്ത് കുറച്ച് മോഡലിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ മോഡലിംഗ് നിന്നാണ് അയാൾ സിനിമയിൽ വരുന്നത്. എല്ലാവരും പറയും അജിത്തിൻ്റെ ആദ്യത്തെ സിനിമ അമരാവതിയാണെന്നാണ്. പക്ഷേ AMVT കനവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അജിത്ത് ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂൾ പയ്യൻ്റെ എന്തോ റോള് ചെയ്തിട്ടുണ്ട്. അത് 90കളിൽ വന്ന സിനിമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അജിത്തിൻ്റെ ആരംഭത്തിലുള്ള സിനിമകൾ ഒക്കെ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും 7ാമത്തെ സിനിമയായിട്ടുള്ള ആസൈ എന്നൊരു സിനിമയാണ് അജിത്തിന് അറ്റ്ലീസ്റ്റ് ഒരു ഹിറ്റ് കൊടുക്കാൻ പറ്റിയത്. ആസൈന് ശേഷം 11ാമത്തെ സിനിമയായിട്ടുള്ള കാതൽ കൊട്ടയാണ് അടുത്തൊരു ഹിറ്റായിട്ട് വരുന്നത്. കാതൽ കൊട്ട സിനിമയ്ക്ക് തന്നെ നാഷണൽ അവാർഡ് വരെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 17ാമത്തെ സിനിമയാണ് കാതൽ മന്നൻ. അവിടുന്നാണ് ഈ ചരൺ. ഇപ്പോൾ നിങ്ങൾ അജിത്തിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, അജിത്തിൻ്റെ ഒരു സ്റ്റാർഡം ഇൻക്രീസ് ചെയ്തത് ഈ ചരൺ, ഈ കാതൽ മന്നൻ സിനിമ ചെയ്ത ചരണിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ചരണാണ് ഈ കാതൽ മന്നൻ ചെയ്യുന്നത്. പിന്നീട് ഏകദേശം അജിത്തിൻ്റെ 25ാമത്തെ സിനിമയായിട്ടുള്ള അമർക്കളത്തിൻ്റെ ഡയറക്ടർ ചരണാണ്. സോ അജിത്തിൻ്റെ ഇപ്പോൾ വരെ എത്തി നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഒരു റൗഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പിയറൻസിന് അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ക്രീൻ പ്രസൻസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പായ ഒരു സിനിമയായിരുന്നു അമർക്കളം. ഈ അമർക്കളത്തിലാണ് അയാളുടെ വൈഫായിട്ടുള്ള ശാലിനിനെ കണ്ടെത്തുന്നത്. സോ ശാലിനിനെ കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കഥ അജിത്ത് ഒരു പഴയ ഇൻ്റർവ്യൂകളിലൊക്കെ മാഗസീനിലൊക്കെ പറയുന്നുണ്ട്. അതായത് അതിലൊരു സീനുണ്ട്, സിനിമ കണ്ടവർക്ക് അറിയാം. അതിലൊരു സീന് വരും, ഇങ്ങനെ ഒരു ഫിലിമിൻ്റെ കുറേ റീലുകൾ കൊണ്ടുപോകുന്നുണ്ടാവും. അവർ തമ്മിലൊരു പ്രശ്നം നടക്കും. അപ്പോൾ അതിലൊരു റീല് ഇവളുടെ കാറിൻ്റെ മുകളിൽ പോകും. അപ്പോൾ ആ റീൽ എടുത്തിട്ട് അവൾ വീട്ടിൽ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അവളെ ആക്രമിക്കാൻ വേണ്ടി അവളെ വീട്ടിൽ പോയി ഒരു ബാർബർ നൈഫ് പോലെ ഒരു സാധനം എടുത്തിട്ട് കയ്യിൽ വെട്ടുന്നൊരു സീനുണ്ട്. ആ കയ്യിൽ വെട്ടുന്ന സീനിൽ ആ ഷൂട്ടിംഗ് സമയത്ത് ഈ എന്താ പറയുക, പ്രോപ്സൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഈ ബ്ലേഡ് കാര്യങ്ങളൊക്കെ, അവർ ആ ബ്ലേഡ് അതിൽ നിന്ന് എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു എഡ്ജ് വളരെ ഷാർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തപ്പോൾ ശരിക്കും അത് കട്ടായി. ഷാലിനിയുടെ കൈ ശരിക്കും കട്ടായിട്ട് അവർ കൈ കൊണ്ട്, ആ സീൻ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, ശരിക്കും അത് ഒറിജിനൽ അജിത്ത് വെട്ടിയ ഒരു കൈയാണത്. അവിടെയാണ് ഇവരെ ഈ ഒരു പ്രേമം തുടങ്ങുന്നത്. പിന്നീട് അത് ഏകദേശം ഒരു 2000 ആകുമ്പോൾ ഒരു കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ശാലിനി അഭിനയം നിർത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില കഥകളുണ്ട്, പിന്നെ പറയാം. സോ അങ്ങനെ ശാലിനിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഈ ശാലിനിനെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ശേഷം അജിത്തിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഒരു നല്ല ഹൈ ഒരു പൊസിഷനിലേക്ക് അജിത്ത് പോകുമായിരുന്നു. അജിത്തിന് പിന്നെ വരുന്ന സിനിമകളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടേൻ അല്ലെങ്കിൽ ദീന, സിറ്റിസൺ, അങ്ങനെ ഒരു വലിയൊരു കോമ്പല ഓഫ് പടങ്ങൾ അയാൾക്ക് വെറും ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച സിനിമകളായിരുന്നു പകുതിയോളം. അതിനുശേഷം ഒരു റെഡ് വരെ അജിത്തിൻ്റെ ഗ്രാഫ് വളരെ മുന്നോട്ട് ഒരു നല്ലൊരു ഗ്രാഫ് തന്നെയായിരുന്നു. ഏകദേശം വിജയൻ തന്നെ ആക്ടർ വിജയൻ ഉണ്ടല്ലോ, മൂപ്പർക്ക് തന്നെ ഒരു പേഴ്സണൽ വെഞ്ചൻസ് അജിത്തിനോട് തോന്നിയിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. കാരണം
അജിത്തിൻ്റെ ഗ്രോത്ത് വളരെ ഒരു സ്റ്റീപ്പായിട്ടും പക്ഷേ വിജയൻ്റെ ഗ്രോത്ത് അത്ര കാര്യമായിട്ടും കാണാത്തൊരു കാലം കൂടിയായിരുന്നു അത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളുടെ അപ്പച്ചനുണ്ടല്ലോ പ്രൊഡ്യൂസർ, മൂപ്പരനെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ഈ ഫ്രണ്ട്സ് റീമേക്ക് ചെയ്തിട്ട് തമിഴിലേക്ക് പോയപ്പോൾ ഫസ്റ്റ് ഡേ ഒന്നും കാണാൻ ആളുകളില്ല. കാരണം അജിത്തിൻ്റെ മൂവി ആയിട്ടുള്ള ദീന ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ ദീനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നത്. കാരണം അജിത്ത് ഏകദേശം അമർക്കളൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം അതേ റൗഡി ഗെറ്റപ്പിൽ വരുന്ന സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഷോക്കാണ്. പക്ഷേ സിനിമ ഏകദേശം അജിത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും മാസിനെയും ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്ന സിനിമയായിരുന്നു. എന്നിട്ടും വിജയൻ്റെ ഈ ഫ്രണ്ട്സ് എന്നുള്ള സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ അത്ര കാര്യമായിട്ടുള്ള ഒരു കളക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല സിനിമകൾ പിന്നീട് അങ്ങോട്ടുള്ള പല സിനിമകൾ കാരണം തന്നെ വിജയ്ക്ക് ഒരു പേഴ്സണൽ വെഞ്ചൻസ്, ഒരു ചെറിയൊരു ഈഗോ പോലെ അജിത്തിനോട് ഉണ്ടായിരുന്നു. അത് പിന്നെ കുറേ കാലം തുടർന്നു. പിന്നെ ഒരു പാച്ചപ്പും ആയി. അതിനൊക്കെ ഒരു പരിധി വരെ കാരണം വിജയൻ്റെ അച്ഛനായിട്ടുള്ള S.A. ചന്ദ്രശേഖറും കൂടിയാണ്. കാരണം ഈ വിജയനൊരു ആ സമയത്ത് മാനേജർ കം ഒരു PR പരിപാടിയൊക്കെ ചെയ്തിരുന്നത് S.A. ചന്ദ്രശേഖറായിരുന്നു. ചന്ദ്രശേഖറിൻ്റെ ആഗ്രഹമാണ് ശരിക്കും വിജയനെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ട് അത് നമുക്ക് വേറൊരു പറയാം. 2002 വരെ അജിത്തിൻ്റെ ഒരു കാലം തന്നെയായിരുന്നു. ഈ രാജ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അജിത്തിന് കുറേ ഒരു 2-3 സിനിമകൾ അടുപ്പിച്ച് ഓടാണ്ട് ഫ്ലോപ്പായി പോകുന്നതൊക്കെ. പിന്നെ 2004 ചരൺ വന്നിട്ടാണ്, നമ്മുടെ അമർക്കളൊക്കെ എടുത്തുള്ള ചരൺ വന്നിട്ടാണ് അട്ടഹാസം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ദീപാവലിക്ക് റിലീസായിട്ടുള്ള ആ സിനിമ കുറച്ചെങ്കിലും ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ ഉണ്ടാക്കി അജിത്തിൻ്റെ ആ ഒരു സ്റ്റാർഡം കുറച്ചെങ്കിലും ഒന്ന് ലൈവാക്കി വെക്കാൻ സഹായിച്ച ഒരു സിനിമ. പിന്നീട് വരലാറ് വരുന്നുണ്ട്. അജിത്തിൻ്റെ ഒരുപാട് കാലം ഡിലേ ആയ സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ദീന എന്താ പറയുക ഇതൊക്കെ റിലീസായതിനു ശേഷം, എനിക്ക് തോന്നുന്നു അട്ടഹാസൊക്കെ റിലീസായതിനു ശേഷം അതൊക്കെ റിലീസാവേണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഡിലേ സംഭവിച്ച് ഗോഡ് ഫാദർ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ആ സിനിമ അനൗൺസ് ഒക്കെ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സമയത്ത് അജിത്തിന് ഫാൻസ് ക്ലബ് AFC എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ AFC എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ മമ്മൂക്കാക്ക് ഉണ്ടെന്ന് തോന്നുന്നു സ്വന്തമായിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു അജിത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അജിത്ത് ആ സമയത്ത് 2003 2004 ഇൻ്റർനെറ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ BSNL മോഡം ഇതൊക്കെയാണുള്ളത്, എന്താ പറയുക ഇൻ്റർനെറ്റൊക്കെയാണല്ലോ. ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിൽ കയറി നോക്കുമായിരുന്നു ഇയാൾ. കാരണം അങ്ങനെ ഒരു ആക്ടറിന് ഒരു പേജ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ചില എന്താ പറയുക പോർട്ട്ഫോളിയോ ഫോട്ടോ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അതിന് വേണ്ടി ഒരു കാൻഡിഡ് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്ന ഒരു കാലമായിരുന്നു. അജിത്ത് വളരെ ആക്റ്റീവ് ആയിരുന്നു ആ കാലത്ത്. അയാളുടെ ഫാൻ ക്ലബ്ബും പറയണല്ലോ, അജിത്തിൻ്റെ ഫാൻ ക്ലബ്ബ് ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫാൻ ക്ലബ് ഇൻ തമിഴ്നാട്. കാരണം അത്രയും ഫാൻസ് ക്ലബ്ബുകളുണ്ടായിരുന്നു അയാൾക്ക്. അങ്ങനെ വലിയ ഫാൻഡം ഉള്ള സമയമാണ്, ഭയങ്കര പീക്ക് സമയമാണ്. അപ്പോഴാണ് ഈ റെഡ് റിലീസായി. റെഡ് ഏകദേശം ഒരു ആവറേജ് വഴി ഒരു ലെവലിലൊക്കെ പോകുന്നത്. അവിടുന്ന് നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ 2002 വന്നിട്ടുള്ള റെഡ് സിനിമേന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ നിക്കാർട്സ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബാനറായിരുന്നു അജിത്തിൻ്റെ എല്ലാ സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 2002 വരെ ഒക്കെ ഏകദേശം നിക്കാർട്സ്. ഇത് ശരിക്കും അജിത്തിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. അയാളൊരു ബിനാമി പ്രൊഡ്യൂസർ ആയിട്ടുള്ള S.S. ചക്രവർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഉപയോഗിച്ച് അയാളുടെ സിനിമകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പം ഇപ്പോൾ ഈ സെൽഫ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അജിത്തിന് നേരിട്ട് ഇത് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ നിക്കാർട്സ് ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു എല്ലാം മുഴുവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് സംഭവിച്ചെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഈ ചക്രവർത്തി അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അയാൾ മരിച്ചു, ഒരു 2-3 കൊല്ലം മുമ്പ് അയാൾ മരിച്ചു. സോ ഈ ചക്രവർത്തിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം കാരണം ഈ എടുത്ത സിനിമകളും അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങിയ സിനിമകളൊക്കെ അജിത്തിന് ചെയ്യാൻ പറ്റണ്ടേ. കാരണം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അജിത്തിന് താല്പര്യമില്ലാത്ത സിനിമകൾ കമ്മിറ്റ് ചെയ്തിരുന്നു, അത് അജിത്ത് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ മാത്രമല്ല എന്താ പറയുക, ആ പ്രൊഡക്ഷൻ ഏകദേശം അവർ പല സിനിമകളാണ്, ഇപ്പോൾ മഹ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമയെ അനൗൺസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അതൊരു പുതിയ ഡയറക്ടർ ഒരു സിനിമയായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ അതിന് പകരം അജിത്ത് പോയിട്ട് ആഞ്ജന എന്ന് പറഞ്ഞിട്ട് വേറൊരു പോലീസ് സിനിമയൊക്കെ ചെയ്യുന്നുണ്ട് ആ കാലത്ത്. അപ്പോൾ ഇതൊക്കെ നിക്കാർട്സിന് വലിയ എന്താ പറയുക ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് നികത്താൻ വേണ്ടി അജിത്ത് ഈ വട്ടിപ്പലിശക്കാരെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ബ്ലേഡുകാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. ഈ പൈസയ്ക്കൊക്കെ വാങ്ങുന്നത് ചക്രവർത്തി ആണെങ്കിലും അജിത്താണല്ലോ മീൻസ് ബിനാമിയായിട്ടുള്ള ഒരാളാണല്ലോ ഈ ചക്രവർത്തി. അപ്പം അജിത്താണ് ഇതിന് ഗ്യാരണ്ടർ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അയാൾ പ്രതീക്ഷ പോലെ, ഇൻ ഷോർട്ട് അയാൾ പ്രതീക്ഷ പോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നീങ്ങിയില്ല, വലിയൊരു കടബാധ്യതയിലേക്ക് പോവാണ്.
വനിത, നമ്മളുടെ മലയാളത്തിലുണ്ടായിരുന്ന വനിത മാഗസീനിൽ ആ സമയത്ത് അജിത്തും ശാലിനീൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അജിത്ത് തന്നെ പറയുന്നുണ്ട് കുറേ കടങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഏകദേശം വീട്ടിൽ തന്നെ ശാലിനീൻ്റെ ഓർണമെൻറ്റ്സ് വിറ്റിട്ടാണ്. കാരണം ശാലിനി ഉണ്ടായിരുന്ന സമ്പാദിച്ച പൈസ മുഴുവനും ഗോൾഡിലാണ് അവൾ ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ അവളൊരു ദൂർത്ത് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗോൾഡും കാര്യങ്ങളും വെച്ച് എൻ്റെ കടങ്ങൾ വീട്ടാൻ പറ്റി. ഇനിയും കുറേ കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, വനിതേൻ്റെ മാഗസീനിൽ ആ ഇൻ്റർവ്യൂ ഉണ്ടാവണം. സോ ഇങ്ങനെ കടക്കണിയിൽ വീണ അജിത്ത് പിന്നെ അങ്ങോട്ട് 2001 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണാം. നിങ്ങളെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ മതി. രാജ, ആഞ്ജനേയ, ജന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ കയറി കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമകളൊന്നും ഹിറ്റാകുന്നില്ല. വീണ്ടും അജിത്തിനും കുറേ ഇതിനോട് ബാധ്യത വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അട്ടഹാസം, ഒരു കിരീടം, ഏകദേശം ഒരു 2006 വരെ അജിത്തിൻ്റെ ഒരു ഗ്രാഫ് ഏകദേശം വളരെ ശോകമായിട്ട് തന്നെ പോകുന്നൊരു ഒരു അവസ്ഥയായിരുന്നു. 2006 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ വിജയ് അജിത്ത് വരുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് അവർ ആ ഒരു ഫൈറ്റിൽ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഇവർ എപ്പോഴെങ്കിലും പൊങ്കലിനും ദീപാവലിക്കാണ് രണ്ടാൾക്കാരും സിനിമ ഒരുമിച്ച് വരിക. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, എക്സ്ക്ലൂഡിങ് പോക്കിരി ആൻഡ് ആൾവാർ, ഓക്കെ, ബാക്കിയുള്ള എല്ലാ സിനിമകളിലും അജിത്താണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം ജില്ല വീരമാട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ 2006 വന്നിട്ടുള്ള പരമശിവം, അതൊരു കമ്പാരിറ്റീവ്ലി ഓക്കെ സിനിമയാണ്, നല്ല സിനിമയല്ല. കാർത്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ മഹേഷ് ഭട്ട്, സഞ്ജയ് ദത്തിൻ്റെ സിനിമ, മഹേഷ് ഭട്ട് ഡയറക്റ്റ് ചെയ്താന്ന് എൻ്റെ ഓർമ്മ. ആ സിനിമേൻ്റെ റീമേക്കാണ് പരമശിവം. ആ സിനിമയാണ് ഏകദേശം കുറച്ചും കൂടി നന്നായിട്ട് ഓടിയത്. അതിൻ്റെ കൂടെ വന്ന വിജയ് സിനിമ ആദി അത്ര കാര്യമായിട്ട് ഓടിയില്ല. ഇപ്പം ഞാൻ തന്നെ 2 സിനിമ ആ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട ആളാണ് ഞാൻ. ആദിയും കണ്ടിട്ടുണ്ട്, ഈ പരമശിവവും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിച്ചാൽ ഏകദേശം 2 ഒരേപോലെ ഉണ്ടായിരുന്നത്. വലിയ സിനിമ കണ്ടവർക്ക് അറിയാം, അങ്ങനെ അത് തെലുങ്ക് റീമേക്കായിരുന്നു ആദി, ഇതൊരു ഹിന്ദി റീമേക്കാണ്. പക്ഷേ ഇതിനായിരുന്നു ഏകദേശം തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ. അപ്പം വിജയ് ആണോ അജിത്താണോ എന്ന് തമിഴ്നാട്ടിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് അജിത്താണ്. കാരണം അത് ഒരു ഗ്രാഫ് ഒന്ന് മുകളിൽ കയറിയിരിക്കണം. അത് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്, എന്താ കാരണം എന്നുള്ളത്. സോ ഇങ്ങനെ 2006 പരമശിവം വരുന്നുണ്ട്. അത് കുറച്ചൊരു ആവറേജ് ആയിട്ട് പോകുന്നുണ്ട്, നല്ല സിനിമയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ആ 2006 സിനിമയ്ക്ക് ശേഷം അജിത്ത് ഏകദേശം ചെയ്യേണ്ട സിനിമയായിരുന്നു നാൻ കടവുൾ. ആര്യനെ വെച്ചിട്ട് ആ സിനിമ പിന്നെ എടുത്തു, നാൻ കടവുൾ. അതിന് പിന്നെ നാഷണൽ അവാർഡൊക്കെ കിട്ടി. ആ സിനിമ ഏകദേശം ചെയ്യേണ്ടത് അജിത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ പരമശിവം സിനിമ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. അജിത്ത് കൂടുതൽ മുടി നീട്ടി വളർത്തി. എനിക്കൊന്ന് പരമശിവവും പിന്നെ തിരുപ്പതി എന്ന് പറഞ്ഞ സിനിമ, ഈ 2 സിനിമയിലും അജിത്തിന് ലോങ് ഹെയർ ആണ്. അത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ബാല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ഭയങ്കര വെൽ നോൺ ഡയറക്ടറാണ്, നല്ല മാസ്റ്റർ ഡയറക്ടറാണ്. അയാളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അജിത്ത് കാത്തിരിക്കുകയായിരുന്നു. അതായത് ഈ നാൻകടവുളിന് വേണ്ടിയിട്ട് ശരീരം ഭയങ്കര പെട്ടെന്ന് ആൾ കുറേ വെയിറ്റ് ലോസ് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഒരു മെലിഞ്ഞ് വളരെ സ്കെൽട്ടായിട്ടുള്ള ഒരാളായിട്ട്. കാരണം ഒരു അഘോരിയൊക്കെ ആയിട്ടാണ് അതിൽ. അഘോരികൾ കൂടുതലും ഇങ്ങനെ ഈ കഞ്ചാവൊക്കെ അടിച്ച് സ്വാമിമാരുടെ അതൊക്കെ ജടയൊക്കെ നീട്ടി വളർത്തി മുടിയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിലായിരുന്നു അജിത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരമശിവവും തിരുപ്പതി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് കാണാം, അയാൾ ഭയങ്കര സ്കെൽട്ടാണ്. പക്ഷേ ഈ ബാല നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, അയാളൊരു കൈൻഡ് ഓഫ് ഒരു പെക്യുലർ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു കാരണം ആ സിനിമ ടേക്ക് ഓഫ് ആയില്ല. ഇപ്പോഴും ബാല കഥകൾ മാറ്റിക്കൊണ്ടേയിരുന്നു, ആ സിനിമേനെ കഥകൾ മാറിക്കൊണ്ടിരുന്നു, ഷൂട്ടിങ് നടന്നില്ല, അങ്ങനെയുള്ള പല കാരണങ്ങളാൽ അജിത്ത് പിന്നെ ഇന്ന് പിന്മാറുന്നുണ്ട്. അതിനുശേഷം അജിത്ത് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ബില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അജിത്തിൻ്റെ പല സിനിമകളും ഓടുന്നില്ല, ഓടിയ സിനിമ ഭയങ്കര ഹിറ്റാവുന്നില്ല, അല്ലെങ്കിൽ ചില സിനിമ വളരെ ഡിലേ ആയിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ. ഏകദേശം ഒരു 2002 മുതൽ ഏകദേശം 2006, 2007 വരെ അജിത്തിൻ്റെ ഒരു മോശം സമയമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ അജിത്ത് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് രജനീകാന്ത് ചെയ്തു വെച്ച ഒരു സിനിമേൻ്റെ റീമേക്ക് ചെയ്യുക. കാരണം തമിഴ്നാട്ടിൽ അറിയാലോ, ആ സമയത്ത് ഇന്നും രജനീകാന്ത് എന്നുള്ള ഒരു ആക്ടറിനെ തൊട്ട് കളിച്ചാൽ കൈ പൊള്ളുന്ന ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരും ഈ പറഞ്ഞ വിജയോ, അല്ലെങ്കിൽ നമ്മളുടെ ആ സമയത്ത് പ്രശാന്ത് ഉണ്ട്, വിക്രം ഉണ്ട്, അല്ലെങ്കിൽ ശരത് കുമാറൊക്കെ അന്ന് ഭയങ്കര വലിയ ഹീറോസാണ്. അവരൊന്നും ചെയ്യാത്തൊരു പരിപാടിയാണ് അജിത്ത് ചെയ്തത്. ബില്ല എന്നിട്ട് പറഞ്ഞിട്ടുള്ള 80കളിൽ വന്നിട്ടുള്ള രജനീകാന്ത് സിനിമ, നമ്മളെ ഹിന്ദിയിലെ ഡോണാണ് ആ സിനിമ എടുത്തിട്ട് ഇവിടെ റീമേക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടി പാളിസായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സിനിമ എടുക്കരുതെന്ന് അയാളോട് പലരും പറഞ്ഞതായിട്ട് അയാൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂകളിൽ, ആ സമയത്ത് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ. എന്നിട്ടും അജിത്ത് അത് ചെയ്യാണ്. അപ്പോൾ അയാളെ പറ്റി തമിഴ് ആൾക്കാരെന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ,
ഇയാൾ ഏറ്റവും ഭയങ്കര ഗട്ട്സ് ഉള്ള മനുഷ്യൻ പറയുന്നതിൻ്റെ വൺ ഓഫ് ദി റീസൺ ഇതാണ്. കാരണം എപ്പോഴും ഇയാൾ റിസ്ക് എടുക്കും. അയാൾക്ക് അങ്ങനെ ഒരു ഇനീബിഷൻ ഇല്ല. അതായത് ഇപ്പം മുടി വെള്ളയായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തും അയാൾ ചെയ്യും. അയാൾക്ക് അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഈ ബില്ല വരുന്നത്. ആ ബില്ല ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് സിനിമ ഏകൻ ശരിക്കും ഓടുന്നില്ല. നമ്മളെ മേഹൂന എന്നുള്ള സിനിമേൻ്റെ ഒരു റീമേക്കാണ് ഏകൻ. എനിക്ക് തോന്നുന്നത് അജിത്ത് റീമേക്ക് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. ഇപ്പം അവൾ വരുവാള, തുടരും, നമ്മുടെ തമിഴിൽ വന്നിട്ടുള്ള അജിത്തിൻ്റെ തുടരും, പിന്നെ കിരീടം, ഏകൻ, പിന്നെ നമ്മളുടെ ലാസ്റ്റ് ഇപ്പോൾ നേർകൊണ്ട പറവേ നമ്മൾ പിങ്കിൻ്റെ റീമേക്ക്, ഇങ്ങനത്തെ സെലക്റ്റീവായിട്ടുള്ള സിനിമകളെ അയാൾ ചെയ്തിട്ടുള്ളൂ, റീമേക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അറിവിൽ വേറെ സിനിമ ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും സിനിമ ഞാൻ പറഞ്ഞ സിനിമകളെ ഉണ്ടാവുള്ളൂ. തൊട്ടപ്പുറത്ത് വിജയ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗില്ലി, പോക്കിരി, അല്ലെങ്കിൽ ആ സമയത്ത്, അതായത് വിജയൻ്റെ ഒരു സ്റ്റാർഡം, അല്ലെങ്കിൽ ഇപ്പം ബദരി, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഏകദേശം ഒരു ഏകദേശം എന്നല്ല, അത് പ്യുവർ റീമേക്കാണ് തെലുങ്ക് സിനിമകളുടെ. പക്ഷേ അജിത്തിൻ്റെ ഒരു പാത്ത് വേറെയായിരുന്നു. വിജയ് ഒരു സക്സസ് ഫാക്ടറോ അല്ലെങ്കിൽ ഒരു സേഫ് ഗെയിം കളിക്കുമ്പം അജിത്ത് അപ്പുറത്ത് പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് സിനിമ ചെയ്തിരുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഓരോരുത്തരെ പേരെടുക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അജിത്തിൻ്റെ ഏറ്റവും വലിയ കരിയർ ഹിറ്റും ആൻഡ് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു വാലി. എസ് ജെ സൂര്യയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആക്ടർ. എസ് ജെ സൂര്യയാണ് അതിൻ്റെ ഡയറക്ടർ. അയാളുടെ ആദ്യത്തെ സിനിമയാണ്. അത് കുറച്ച് സിനിമകളിൽ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അയാളെന്ന് പറയുന്നുണ്ട്, അജിത് സാർ എന്നെ വിളിച്ച് സിനിമ ചെയ്യാൻ പറഞ്ഞതാണ്. എന്നോട് പറയണം സിനിമ എടുക്കുക, ഞാൻ അഭിനയിക്കാം, ഞാൻ തരാം ഡേറ്റ് എന്നല്ല. അജിത്ത് ഏകദേശം ആ സമയത്ത് ഒരു നല്ലൊരു ഹീറോ ആണ്. കാരണം കാതൽ മന്നൻ അതൊക്കെ ഓടി നിൽക്കുന്ന ഒരു ആക്ടറാണ്. അതുപോലെ നമ്മളുടെ മുരുകദാസ് ആദ്യത്തെ സിനിമയാണ് ദീന. അപ്പോൾ അയാൾ അങ്ങനെ വി ജി ദുരൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറുണ്ട്. അയാൾ ആദ്യത്തെ സിനിമയാണ് മുഖവരി. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വിഷ്ണുവർദ്ധൻ അയാളുടെ രണ്ടാമത്തെ സിനിമയാണ് ബില്ല. അത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ രജനീകാന്തിൻ്റെ സിനിമ റീമേക്ക് ചെയ്തെന്ന് ഒരു ഏകദേശം കൈൻഡ് ഓഫ് എനിക്കൊന്നും അരിന്തും മറിയാമ്പൽ എന്ന് പറഞ്ഞ സിനിമ ആദ്യത്തെ നമ്മുടെ വിഷ്ണുവർദ്ധൻ്റെ സിനിമയ്ക്ക് ശേഷം അയാൾ ചെയ്യുന്ന സിനിമയാണ് ബില്ല. അതൊരു ഭയങ്കര വലിയ ഡിസിഷനാണ്. പിന്നെ അതേപോലെ വെങ്കട് പ്രഭു നമ്മളുടെ ചെന്നൈ 6,28,028 എന്ന് പറഞ്ഞ സിനിമ എടുത്തതിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് മങ്കാത്ത. അതിനുശേഷം സരോജ ചെയ്യുന്നുണ്ട്. ആ സരോജ ചെയ്തതിന് ശേഷമാണ് മങ്കാത്ത ചെയ്യുന്നത്. ഇപ്പം അജിത്തിൻ്റെ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പൊട്ടി നിൽക്കുന്ന സമയത്ത് രജനീകാന്ത് സിനിമ ചെയ്യുക. 50ാമത്തെ സിനിമയായിട്ടുള്ള മങ്കാത്തയിൽ എല്ലാവരും വില്ലന്മാരാ. അതിൽ ഏറ്റവും വലിയ വില്ലനാണ് അജിത്ത്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇമേജ് വലിയൊരു പ്രശ്നമാണ്. അതും തമിഴ്നാട്ടിൽ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു 50ാമത്തെ സിനിമ അനൗൺസ് ചെയ്തിട്ട്, ഇപ്പോൾ വിജയൻ്റെ 50ാമത്തെ സിനിമ നമുക്ക് അറിയാൻ തോന്നുന്നു, നമ്മളുടെ സുരയാണ് വിജയൻ്റെ 50th പടം. അത് ഇപ്പോഴും ട്രോൾ മെറ്റീരിയലൊക്കെ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു സിനിമയിൽ ആർക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആക്ടർ, അതായത് 50ാമത്തെ സിനിമയിൽ ഞാൻ വില്ലൻ വേഷമാണ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരാൾ എനിക്ക് തോന്നുന്നില്ല. കാരണം 50ാമത്തെ സിനിമ പറയുമ്പോൾ ആ സമയത്ത് 2011 എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നോട്ടാണ്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ മാസ് സിനിമകളുണ്ടല്ലോ, അതായത് വില്ലൻ 10 ആൾക്കാരായിട്ട് വരുന്നു, 10 ആൾ അടിച്ചിരുന്നു എന്ന് സിനിമ അല്ലാണ്ട് ഇതിലൊരു മെയിൻ വില്ലനാണ് ഇയാൾ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അയാളുടെ കരിയറിൽ റിസ്ക് എടുത്തിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ അയാൾ കൈവിട്ടിട്ടുള്ള സിനിമ എൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ പോയാൽ അതിൽ ഏറ്റവും സങ്കടം തോന്നുന്നൊരു ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗജനി ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അസിനായിരുന്നു ആ സമയത്ത്. ഇതിലും അസിനാണ്, പക്ഷേ അസിനായിരുന്നു ആ സിനിമയിൽ ആക്ട്രസ് ആയിട്ടിരുന്നത്. ഹീറോ ആയിട്ട് അജിത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. മിറട്ടൽ എന്നിരുന്ന സിനിമേൻ്റെ പേരിൽ. ആ സിനിമേൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഇന്നും ഉണ്ട്, നമ്മളുടെ യൂട്യൂബിലുണ്ട്. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള പോസ്റ്റ്. ഇത് എന്ത് സിനിമയാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമ. കാരണം ആഫ്റ്റർ രമണ, അത് വിജയകാന്തൻ രമണ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മുരുകദാസ്. അപ്പോൾ ദീന കഴിഞ്ഞ് രമണ കഴിഞ്ഞ് മുരുകദാസ് എടുക്കുന്ന സിനിമയാണ് ഈ മെരട്ടലിൻ്റെ ഏകദേശം 10 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്. 10 ദിവസത്തോളം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മരിച്ചുപോയ ജീവ ആയിരുന്നു അതിൻ്റെ ക്യാമറാമാൻ. സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്യാൻവാസിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാനല്ല, ഹാരിസ് ജയരാജ് തന്നെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ സിനിമ ഒരു ഘട്ടം കഴിയുമ്പോൾ നിന്ന് പോകുന്നുണ്ട്. ആൾക്കാർ പലരും പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർക്കും അജിത്തിനും എന്തോ പ്രശ്നം എന്നാണ്. ആക്ച്വലി മുരുകദാസിനും ആ ഒരു പ്രൊഡ്യൂസർക്കും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു ആ സിനിമേൻ്റെ ഒരു ഡ്രോപ്പിന് കാരണം. പക്ഷേ അജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
മുരുകദാസിനോട് വെയിറ്റ് ചെയ്യാൻ, നമ്മൾ ഈ സിനിമ പിന്നെയും വീണ്ടും തുടങ്ങും അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ മുരുകദാസ് വേറൊരു പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ച് സൂര്യൻ്റെ കൂടെ സിനിമ ചെയ്തുകൊണ്ടാണ് ഇതുവരെ മുരുകദാസ് വിചാരിച്ചിട്ടും കൂടിയും അജിത്ത് പിന്നെ ഒരു ഡേറ്റ് കൊടുക്കാത്തത്. 2003 തന്നെ ഏകദേശം ഒരു ലിസ്റ്റ് ഓഫ് സിനിമകൾ തന്നെ അജിത്ത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളുടെ സാമി ഉണ്ട്, കാക്ക ഉണ്ട്, പിന്നെ അതുപോലെ ധൂളുണ്ട്. ഇങ്ങനത്തെ ഒരു ഹൈ ഒക്ടൈൻ, അതുപോലെ ജെമിനി ഉണ്ട്. ഇതൊക്കെ ഈ സിനിമകളൊക്കെ അജിത്ത് ഇപ്പം ജെമിനിക്ക് ഒന്ന് 7 മുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ ആ സമയത്ത് തന്നെ അനൗൺസ് ചെയ്തിരുന്നു ആ സിനിമ. പിന്നീടാണ് വിക്രം അതിൽ വരുന്നത്. അതേപോലെ കാക്ക ഗൗതം മേനോൻ ആഫ്റ്റർ മിന്നലെ അജിത്തിനെ വെച്ച് സിനിമയാണെന്ന് അപ്പം തൊട്ടുള്ള അയാളെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൽ നടന്നില്ല. പിന്നെ അതേപോലെ ഹരി ആദ്യത്തെ ഡയറക്ടർ. ആ സമയത്തൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിന് ഒരു വലിയ ഹോപ്പായിരുന്നു അജിത്ത്. കാരണം കുറേ ആൾക്കാർ, ഇപ്പം ഞാൻ പല ആൾക്കാരും പേര് വിട്ടുപോയി, പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അജിത്തിൻ്റെ അടുത്ത് ഒരു വൺ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സിനിമ ചെയ്യുന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം മങ്കാത്ത വരെ. സോ മങ്കാത്തനൊക്കെ ഒരു 1 ലൈൻ പറഞ്ഞതിൻ്റെ മുകളിലാണ് അയാൾ വിശ്വസിക്കുക. അയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, കാരണം ഞാൻ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ സിനിമ ചെയ്തിട്ടുണ്ട്, പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമ ചെയ്തിട്ടുണ്ട്, രണ്ടിലും എനിക്ക് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എവിടെയാണ് ഈ സിനിമയിൽ പുതിയ ആൾക്കാർ വന്നാൽ നമുക്ക് ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ പഴയ ആൾക്കാർ നമുക്ക് എപ്പോഴും സക്സസ് തരും എന്നുള്ളത് എവിടെയാണ് എഴുതിയത് എന്നുള്ളതൊക്കെ അയാൾ ചോദിക്കുന്നത്. അപ്പം ഇയാൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഐഡിയോളജി ഉള്ള ഒരാൾ. അയാളെ പറ്റി കൂടുതൽ ആൾക്കാർ സംസാരിക്കാത്തതിൻ്റെ മെയിൻ കാരണം അയാൾ തന്നെയാണ്. 2007 അയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഈ ബില്ലേൻ്റെ റിലീസിൻ്റെ ഇതായിട്ട്. അയാൾ തന്നെ പറഞ്ഞു വെച്ചാൽ, ഞാൻ രജനി സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവരുത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അതിനൊരു പബ്ലിസിറ്റി പോലെ അയാൾ കൊടുക്കുന്നത്. പിന്നെ അയാൾ അന്ന് മുതൽ ഇതുവരെ അയാൾ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു TV ചാനലിന് മുന്നിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ 2025 ചില ഇംഗ്ലീഷ് മീഡിയക്കൊക്കെ അയാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പിന്നെ അയാളുടെ ഏറ്റവും വലിയ അയാളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ് 2010 കരുണാനിധിയാണ് ചീഫ് മിനിസ്റ്റർ തമിഴ്നാടിൻ്റെ. അപ്പം ഈ കരുണാനിധിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ചെന്നൈയിൽ നടത്തുന്നുണ്ട്. അപ്പം അതിന് ഈ എല്ലാ ആക്ടേഴ്സിനോടും വരാൻ പറയുന്നുണ്ട്. അപ്പം അജിത്ത് ആ സമയത്ത് 2011 ഈ ഫാൻസ് ക്ലബ്ബൊക്കെ പിരിച്ചു വിട്ടിട്ട്, കാരണം എനിക്ക് തോന്നുന്നു മങ്കാത്ത റിലീസിൻ്റെ തൊട്ട് മുമ്പാണ്, അതാണ് ഇയാൾ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ. ഇയാൾ ഈ 2011 ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകണം, 50ാമത്തെ സിനിമ. അപ്പോൾ പെട്ടെന്ന് ഒരു ലെറ്റർ പാഡിൽ ഒരു പ്രസ് റിലീസ് വരികയാണ്. അതായത് എനിക്കിനി മുതൽ ഫാൻസ് ക്ലബ്ബുകളില്ല, ഞാൻ ഈ ഫാൻസ് ക്ലബിനെ തീരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, എൻ്റെ പേരിൽ ആരും ഫാൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കഴുത്ത് അല്ലെങ്കിൽ ഞാൻ സംബന്ധപ്പെട്ട എല്ലാ ഫാൻസ് ക്ലബ്ബും ഞാൻ ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ് റിലീസാണ് വരുന്നത്. അതിനുശേഷം അജിത്ത് പിന്നെ മീഡിയന് മുന്നിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോഴാണ് ഈ 2010 ഈ ഫംഗ്ഷൻ വരുന്നത്. കാരണം അയാൾ പറഞ്ഞു, ഇനി ഫാൻസിൻ്റെ അടുത്ത് ഞാൻ ഫാൻസ് മീറ്റ് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഫാൻസിനെ കാണുന്നില്ല, അതേപോലെ തന്നെ ഞാൻ ഇനി ഫംഗ്ഷനും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോഴാണ് ഇത് വരുന്നത്. അപ്പം ഇയാളെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിന് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റേജിന് മുകളിൽ കയറിയിട്ട് ഈ കരുണാനിധിയൊക്കെ ഇരിക്കുന്നുണ്ട്, കമലഹാസനുണ്ട്. ആ സ്റ്റേജിൽ തൊട്ടപ്പുറത്ത് വിജയും സൂര്യയും കൈകെട്ടി നിൽക്കുന്നുണ്ട്, 2 ആൾക്കാർ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് വളരെ പൊളൈറ്റായിട്ടാണ് പറയുന്നത്, ഭയങ്കര ദേഷ്യത്തോടെയല്ല, എൻ്റെ സമ്മതപ്രകാരമല്ല സാർ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്, എന്നെ വിരട്ടിയാണ് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സിനിമ ഇൻഡസ്ട്രിക്കാർ സിനിമ എടുത്തോട്ടെ, ഓക്കെ, സിനിമ ഇൻഡസ്ട്രി ആയിട്ട് വിടുക, അതിലൊരിക്കലും നിങ്ങൾ പൊളിറ്റിക്സ് കൊണ്ടുവരരുത്, ഇതൊരു റിക്വസ്റ്റാണ് സാർ എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ആ സമയത്ത് തരിച്ചു പോയി നിൽക്കുന്ന നമ്മളെ അപ്പുറത്ത് നിൽക്കുന്ന ആക്ടേഴ്സായിട്ടുള്ള വിജയും സൂര്യയും ഉണ്ട്. അത് കേട്ട് എണീച്ച് നിന്ന് കൈ കൊട്ടുന്ന നമ്മളുടെ രജനീകാന്തിനെയാണ് കാണുന്നത്. പിറ്റേ ദിവസം അജിത്തിൻ്റെ വീട്ടിൽ ബോംബ് വീശുന്നുണ്ട് ആൾക്കാർ, പോലീസ് കേസാവുന്നുണ്ട്. വീണ്ടും അജിത്ത് കരുണാനിധിനെ കാണുന്നുണ്ട്, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആ കോൺട്രവേഴ്സി അങ്ങനെ കണ്ട് പോകുന്നുണ്ട്. സോ 2011 ആണ് അജിത്ത് ഈ ഫാൻസ് ക്ലബ്ബ് പിരിച്ചു വന്നത്. 2010 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ വേറൊരാളാണെങ്കിൽ എന്താ വിചാരിക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻസ് പിള്ളേർ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല വിചാരിക്കുക. പക്ഷേ അതാണ് ഈ മനുഷ്യനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മീഡിയ അജിത്തിൻ്റെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അജിത്ത് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഈ ലാസ്റ്റ് 2025 ചെന്നൈ വന്നപ്പം വി വിൽ മീറ്റ് വെരി സൂൺ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടില്ല. ചിലപ്പോൾ ഇനി നടക്കുമായിരിക്കാം. പക്ഷേ ഇതുവരെ അജിത്ത് മീഡിയനെ കണ്ടിട്ടില്ല. സോ ഇങ്ങനെ ഒരു മീഡിയ പബ്ലിസിറ്റി ഇല്ലാണ്ട്, PR ഇല്ലാണ്ട്, ഫാൻസ് ക്ലബ്ബുകളില്ലാണ്ട്
ഒരു ആക്ടറിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംഭവം അത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരു ആക്ടേഴ്സിന് തന്നെ അത് സാധ്യമാകുമോ എന്നുള്ളത്. ഇപ്പോൾ അമീർ ഖാൻ തന്നെ പല അവാർഡ് ഫംഗ്ഷന് അയാൾ പോകുന്നില്ല. അയാൾ പറഞ്ഞാൽ എനിക്കതിൽ വിശ്വാസമില്ല എന്നാണ്. ഫൈൻ, ഫെയർ. ബട്ട് അജിത്തിനെ നോക്കുമ്പോൾ ഇയാൾ അവാർഡ് ഫംഗ്ഷനും പോകുന്നില്ല, ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല, പബ്ലിക് അപ്പിയറൻസേ ഇല്ല. ഇയാളെ സിനിമ ഇറങ്ങും, അത് നമ്മൾ കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. മറ്റുള്ള ഫാൻസ് ആൾക്കാരെ പോലെ ആ സിനിമ വളരെ നല്ലതാണ്, ഒരു 1000 കോടി കളക്ട് ചെയ്യും. 1000 കോടി, ഈ കോടി കണക്ക് പോസ്റ്റേഴ്സ് ഒട്ടിക്കരുത്. അയാൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അയാൾ എല്ലാ കാര്യങ്ങളും നിബന്ധനയായിട്ട് പ്രസ് റിലീസായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ച് നിങ്ങൾ സക്സസ് മീറ്റ് നടത്തരുത്, എൻ്റെ ഫാൻസായി ഇരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ജോലി നോക്കൂ, നിങ്ങളെ അച്ഛനും അമ്മയും നോക്കൂ, നിങ്ങൾ ലൈഫിൽ നന്നാവൂ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞ് പൊളിറ്റിക്സിൽ വോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ വാങ്ങരുത്. സോ ഇതൊരു പബ്ലിക് റെസ്പോൺസാണ്. എൻ്റെ ഫാൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഫാൻസ് ക്ലബ്ബ് പിരിച്ചു വിടുമ്പോൾ തന്നെ അയാൾ പറയുന്നൊരു കാര്യം, എൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ മെമ്പേഴ്സ് ആവണമെന്നില്ല, എൻ്റെ ഫാൻസ് ആയാൽ മതി എന്നാണ്. സോ ഇങ്ങനെ ഇതൊരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് ആൻ ആക്ടർ ആൻഡ് എ പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ 2011, ആഫ്റ്റർ 2014 എനിക്ക് തോന്നുന്നു അജിത്തിൻ്റെ ഫാൻഡം, ആ ഫാൻ ക്ലബ്ബ് പിരിച്ചു വിട്ടതിന് ശേഷം 10 മടങ്ങായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ വിജയ് ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ സൂര്യ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഫാൻ ക്ലബ്ബിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാത്തിനും രജിസ്റ്റേർഡ് നമ്പേഴ്സ് ഉണ്ട്. എല്ലാ ഫാൻ ക്ലബ്ബുകളും രജിസ്റ്റേർഡ് ആണ് വിത്ത് എ നമ്പർ. സോ ഇപ്പം വിജയ്, ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നതല്ല, അത് ഓരോരുത്തരുടെ ഡിസിഷനാണ്. ഇപ്പം വിജയ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ ഫാൻസ് ക്ലബിനെ തമിഴ് നട്പൊനി മണ്ഡലം എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊളിറ്റിക്കൽ, അതായത് ഒരു എന്താ പറയുക വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഫാൻസ് ക്ലബ്ബിലുള്ള പിള്ളേരെയാണ് മെല്ലെ എടുത്തിട്ട് ഇതിലേക്ക് പോകുന്നത്. സോ അജിത്തൊക്കെ ഇത് എത്രയോ കാലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ്. ഒരിക്കലും എനിക്ക് ഈ ഫാൻസിനെ വെച്ച് എനിക്ക് അങ്ങനത്തെ വലിയ ഒരു അജണ്ട ഒന്നുമില്ല. സോ എൻ്റെ സിനിമ കാണൂ, നല്ല സിനിമ ഇസ് എ പബ്ലിസിറ്റി ബൈ ഇറ്റ് സെൽഫ്. നല്ല സിനിമയാണെങ്കിൽ ഓടില്ല, നല്ല സിനിമ അല്ലെങ്കിൽ ഓടില്ല എന്നുള്ള, ഒരിക്കലും ഓടാത്തൊരു അജിത് സിനിമേനെ പറ്റിയിട്ട് തള്ളാൻ അങ്ങനെ ആൾക്കാർ വന്നായിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഈ വിടാമുയർച്ചയൊക്കെ കുറച്ച് ആൾക്കാർ തള്ളാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ സിനിമ നന്നല്ലെങ്കിൽ നന്നല്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗുഡ് ബാഡ് അഗ്ലി പല ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല, ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റയറസ്റ്റ് ആക്ടറാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണ് ഇയാൾ. പിന്നെ അയാളെ പറ്റി പറയാൻ കുറേ ഉണ്ട്. അതായത് ശിവ, നമ്മൾ സിരത്തെ ശിവ ഉണ്ടല്ലോ, 2014 വീരം ചെയ്യുന്നത്. അപ്പോൾ വീരത്തിൻ്റെ കൂടെ അഗെയിൻ നമ്മളെ വിജയൻ്റെ ഇത് വരുന്നുണ്ട്, നമ്മുടെ ലാലേട്ടനും വിജയൻ്റെ ഫസ്റ്റ് കോംബോ. അപ്പോൾ ആ സിനിമ നമ്മുടെ ജില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് ഓടിയെന്നാണ് ആൾക്കാർ പറയുന്നത്. ആ സിനിമ കണ്ടവർക്ക് അറിയാം, വീരാണോ അല്ലെങ്കിൽ ജില്ലയാണോ ബെസ്റ്റ് എന്ന് വെച്ചാൽ സാമാന്യ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയും വീരം വാസ് മച്ച് ബെറ്റർ എന്ന് പറയും. ചിലർ നമ്മളെ വലിയേട്ടൻ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അവർ ചെയ്തിട്ടുള്ളത്, സിദ്ധാർത്ഥ ശിവ ചെയ്തിട്ടുള്ളത് എന്താ സിനിമ പേര്, മുരട്ടുക്കാളை എന്ന് പറഞ്ഞിട്ടുള്ള സിനിമേൻ്റെ വേറൊരു വേർഷനാണ് ശരിക്കും വീരം. നിങ്ങൾ മുരട്ടുക്കാളை സിനിമ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പൊതുവാകെ മനസ്സ് തങ്കം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉള്ള ഒരു സിനിമയാണത്, രജനീകാന്തിൻ്റെ പഴയ സിനിമയാണ്. ആ സിനിമേനെ കുറച്ചൊന്ന് മോഡേണൈസ് ചെയ്തതാണ് വീരം, അല്ലാണ്ട് നമ്മളെ വലിയേട്ടനെ എടുത്ത് കോപ്പി അടിച്ചതൊന്നുമല്ല, സിനിമ കണ്ടവർക്ക് അറിയാം. സോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീരം ആദ്യം ചെയ്ത സിരുത്തെ ശിവ പിന്നെ തുടർന്ന് 3 സിനിമകൾ ചെയ്യാണ് അജിത്തിൻ്റെ കൂടെ. അത് ഏകദേശം ഒരു എന്താ പറയുക വിശ്വാസം വരെ പോയി നിൽക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു വിവേകം മാത്രമാണ് കുറച്ചൊരു ആ സിനിമ ഒരു നന്നായി പോകാത്ത സിനിമ. എൻ്റെ ഓവർ സ്പീഡ് കാരണം ശരിക്കും ഒരു പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ആ സിനിമ ഓവർ പേസ് ആയിരുന്നു. നമ്മളിപ്പോൾ ലാഗ് എന്നല്ല പറയുക, ഈ സിനിമ ഓടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററിൽ അധികം ഓടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഏകദേശം അജിത്ത് 1 കൊല്ലം ശിവയ്ക്ക് കൊടുത്തിട്ടാണ് പിന്നെ വിശ്വാസം കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫ്ലോപ്പ് കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറെ കൈവിട്ടിട്ടില്ല അജിത്ത്. എപ്പോഴും അയാൾക്ക് തിരിച്ചൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംഭവം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൗതം മേനോനും അജിത്തും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ 50ാമത്തെ സിനിമ ഞാൻ പറഞ്ഞല്ലോ മങ്കാത്തയാണ്, വെങ്കട് പ്രഭു ഡയറക്ഷനിലാണ് വന്നത്. പക്ഷേ അതിന് മുമ്പ് 2 സിനിമകൾ ഗൗതം മേനോനെ വെച്ചിട്ട് അജിത്ത് അനൗൺസ് ചെയ്തിരുന്നു. ഒന്ന് സുര എന്ന് പറഞ്ഞിട്ടുള്ള സുരാങ്കിണി എന്ന് പറഞ്ഞിട്ടുള്ള സുരാങ്കിണി എന്നാണ് സിനിമേൻ്റെ പേര്. അതെ, അതായത് സുര രാഗിണി, രണ്ടാൾക്കാർ ഒരു ഗാങ്സ്റ്റർ ശ്രീലങ്കൻ ബേസ്ഡ് അങ്ങനെയുള്ള ഒരു പടമായിരുന്നു അത്. ആ സമയത്ത് വരേണ്ടത് 2010 ആ സമയത്ത് വരേണ്ട സിനിമയാണ്.
അത് പിന്നെ എന്തോ കാരണവശാൽ അത് നടന്നില്ല. പിന്നെയും അജിത്ത് കാത്തിരുന്നിട്ട് പിന്നെ വേറൊരു കഥ ഉണ്ടാക്കിയതാണ് തുപ്പരിയും ആനന്ദ്. തുപ്പരിയും മീൻസ് ഡിറ്റക്റ്റീവ്, ഇവനാണ് നമ്മളുടെ തമിഴിൽ തുപ്പരിയും എന്ന് പറയുക. തുപ്പരിയും ആനന്ദ് എന്നിട്ടുള്ള ഒരു സിനിമ അനൗൺസ് ചെയ്തത്. ഏകദേശം അതൊരു കൺഫേം ആയ ലെവലിലേക്കാണ് പോയത്. സമീറ റെഡ്ഡിയൊക്കെ ആയിട്ട് ഉള്ള സിനിമയായിരുന്നു അത്. അതും നടന്നില്ല. അതിനുശേഷമാണ് അജിത്ത് വെങ്കട് പ്രഭുവിൻ്റെ അടുത്ത് ഈ സിനിമ ചെയ്യാൻ പറയുന്നത്. സോ ഈ 2 സിനിമ മുടങ്ങിപ്പോയാൽ തന്നെ അജിത്തിനോട് ഗൗതം മേനോന് ചെറിയൊരു ഒരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു കോളേജ് ഫംഗ്ഷനിൽ തലേൻ്റെ കൂടെ എപ്പോഴാണ് സിനിമ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവർ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നുണ്ട്, തലയോ അതാരാ, തല ആരാന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഈ ഗൗതം മേനോനെ വെച്ചിട്ടാണ് അയാൾ എന്നെ അറിന്താൽ സിനിമ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഏകദേശം 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ അറിന്താൽ വരുന്നത്. അതും അജിത്തിൻ്റെ ഒരു കരിയറിലൊരു നല്ല സിനിമയായിരുന്നു. ഗൗതം മേനോൻ്റെ നല്ലൊരു സിനിമകളിൽ ഒന്നായിരുന്നു. സോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ആരോടത്തും അങ്ങനെ ഒരു ഈഗോ അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇയാളുടെ അടുത്തായിരിക്കും, മുരുകദാസിനോടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അജിത്തിനോട് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഈ റൂമർ എന്താ പറഞ്ഞാൽ അജിത്തിനോട് പറയാണ്ടാണ് ഇയാൾ പോയിട്ട് ഈ ഗജനി എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തതും സൂര്യനെ ആ സിനിമയിൽ വെച്ചതും. സൂര്യ ഇതറിഞ്ഞിട്ട് അജിത്തിനെ വിളിച്ച് സംസാരിക്കുന്ന ആ എനിക്കൊന്ന് ഒരു കോടീശ്വരൻ പരിപാടിയിലിട്ട് തമിഴിൽ പറയുന്നുണ്ട്, ഞാൻ അജിത്തിനോട് സംസാരിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നുള്ളത്. സോ സൂര്യനോട് ഒരിക്കലും അജിത്തിന് ഒരു ഇതിൽ അവർ പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പല വീഡിയോകളുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കി കാണാം. സോ പക്ഷെ ഒരിക്കലും എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഇനി ഫ്യൂച്ചർ അജിത്ത് ചെയ്തേക്കാം. പക്ഷേ ഇപ്പം എന്തായാലും ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിനിമ അതായത് അവർ പിന്നെ ഈ കത്തി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിജയൻ്റെ സിനിമ ഉണ്ടല്ലോ, അത് ഏകദേശം രട്ടത്തലയെന്ന് പറഞ്ഞിട്ട് ഏകദേശം അവർ ആലോചിച്ചിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ അത് എന്തോ കാരണവശാൽ നടക്കാണ്ട് പോയി, അല്ലെങ്കിൽ ആ സിനിമ എന്നാൽ സംഭവിച്ചേനെ. സോ ഇങ്ങനെ ഒരു മനുഷ്യനാണ് അജിത്ത്. ഒരിക്കലും ആരുടെ ഒരു പേഴ്സണൽ വെഞ്ചൻസ് അങ്ങനെ ഒരു സംഭവം വെച്ച് പുലർത്തില്ല. ഒരാൾക്ക് അങ്ങനെ ആ സമയത്ത് തോന്നിപ്പോയെങ്കിൽ പിന്നെ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. എന്ത് കാര്യം ഇപ്പം ദേഷ്യം വന്ന ദേഷ്യമാണ്. അവിടെ ആൾക്കാർ മീഡിയ ഉണ്ട്, അവരുടെ മുന്നിൽ നമ്മൾ കുറച്ചൊന്ന് അടക്കത്തിൽ നമ്മൾ ആരും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ തന്നെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ആരോ കൊറോണ സമയത്താണെന്ന് തോന്നുന്നു ഇലക്ഷന് വോട്ട് ചെയ്യാൻ വരുമ്പം ആരോ ഫോട്ടോ എടുക്കുന്നതും അത് തട്ടിപ്പറിച്ച് പോക്കറ്റിലിടുന്നതൊക്കെ ഒരു വീഡിയോ ഒന്ന് യൂട്യൂബിലുണ്ട്. സോ അങ്ങനെ അത് ഇൻഹിബിഷൻ ഒന്നുമില്ല. അങ്ങനെ ആൾക്കാരെ നോക്കുന്നു, നാളെ അത് വൈറലാവും, സംഭവമേ ഇല്ല. ഞാനാണ്, എനിക്ക് ദേഷ്യം വന്നു, ഞാനത് കാണിച്ചു, എനിക്ക് കരച്ചില്ലെന്ന് ഞാൻ കരയുന്നു. എൻ്റെ ഒരിക്കലും പേഴ്സണൽ ലൈഫ് ഞാൻ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നില്ല. അതുപോലെ നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത് ലൈം ലൈറ്റിലേക്ക് വരാമെന്നുള്ളൊരു സംഭവമാണ് അയാളുള്ളത്. പിന്നെ എല്ലാ ലെറ്റർ ഇതിൻ്റെ താഴത്തും അയാൾ എഴുതുന്നൊരു കാര്യമുണ്ട്, അൺകണ്ടീഷണൽ ലവ് അജിത് കുമാർ എന്നാണ് എഴുതുക. അതിന് അയാൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് എൻ്റെ ഫാൻസ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് തിയേറ്ററിൽ വരുന്നത് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ്. ആ സിനിമ നല്ലതാണോ, എൻ്റെ മുന്നത്തെ സിനിമ 3 സിനിമ 4 സിനിമ പൊട്ടിയാലും എൻ്റെ സിനിമ കാണാൻ ആൾക്കാർ വരുന്നത് ഒരു കണ്ടീഷൻസും ഇല്ലാണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ അൺകണ്ടീഷണായിട്ടുള്ള ഒരു ലവ് ആരടുത്തും നമുക്ക് കിട്ടില്ല, പ്രതീക്ഷിക്കരുത്. പക്ഷേ ഫാൻസ് അവർ എപ്പോഴും അൺകണ്ടീഷണലാണ് എൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഇത് അജിത്ത് ഇടുന്നത്. പിന്നെ മാത്രമല്ല ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അതായത് നിങ്ങൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ വിടുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അജിത്ത് ഉടനീളം അയാളുടെ സിനിമകളിലും അയാളുടെ ലൈഫിലും ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം. അയാൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ബാക്കിങ് വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ചില ലോബിയിങ് ഒക്കെ ചെയ്യണമെന്നൊന്നും ഒരു അങ്ങനത്തെ ഒരു അജണ്ട ഇല്ലാത്ത ഒരാളാണ്. അയാളെ സിനിമകൾ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഓടും, ചില സമയം അത്രയോട് ഓടില്ല. എന്തിനധികം മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ വിജയൻ്റെ സിനിമ എടുത്ത് നോക്കിയാൽ പാട്ടുകൾ ഏറ്റവും ബെസ്റ്റ്. വിജയ് ആവാൻ മെയിൻ കാരണം അയാളുടെ സിനിമയുടെ പാട്ടുകളും കൂടിയാണ്. കാരണം അയാൾ എത്ര തല്ലിപ്പൊളി സിനിമ വന്നാലും അതിലൊരു 3 പാട്ടോ 2 പാട്ടോ നല്ല പാട്ടുകളായിരിക്കും. ഇതിനൊക്കെ കാരണം ആരാന്ന് ചോദിച്ചാൽ വിജയാണ്. വിജയ് പറയും എനിക്ക് അനിരുദ്ധ് വേണം, ഹാരിസ് വേണം, അല്ലെങ്കിൽ എ റഹ്മാൻ വേണം എന്നുള്ളത് വാശി പിടിക്കും. നിങ്ങൾ അപ്പച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതെടുത്ത് കണ്ടാൽ മനസ്സിലാവും. അഴകിയ തമിഴ് മകനിൽ എ റഹ്മാൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ടിനെ വിജയ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തുകൊണ്ട് വിജയിനെ ഇവിടെ എക്സാമ്പിളാക്കി എടുക്കുന്നുണ്ട്, അജിത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോമ്പറ്റീറ്ററാണ് വിജയ്. അജിത്തിനെ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് സ്ക്രീനിൽ പ്രൊവോക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിജയ്. അതായത് ഒരു സിനിമയിൽ ഡയലോഗ് ഉണ്ട്, പോയി വാല് തല മുണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തമിഴിൽ നോക്കുമ്പോൾ അതത്ര ഒരു കുറച്ച് പ്രൊഫൈനായിട്ടുള്ള ഒരു ഡയലോഗാണ്. അതൊരു സിനിമയിൽ അയാൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അജിത്ത് തിരിച്ചടിക്കുന്നുണ്ട് ഒരു പാട്ടിലൊക്കെ. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വാറൊക്കെ പോയി കൊണ്ട് നിൽക്കുന്നതാണ് ആ സമയത്ത്. അപ്പം ഈ എന്താ പറയുക, വിജയ് എന്ന് പറഞ്ഞുള്ള ആക്ടറെ സംബന്ധിച്ചിടത്തോളം സിനിമ ഷുഡ് ബി എൻഗേജിങ്, അതിൽ നല്ല പാട്ടുകൾ വേണം, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ അജിത്ത് അങ്ങനെയല്ല,
മൂപ്പര് പിന്നെ ഡയറക്ടർ എടുത്ത് കൊണ്ട് വിടുക. ഡയറക്ടർ എന്ത് പറയുന്നു, ഡയറക്ടർക്ക് ആരെ വേണോ അവരെ വെക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് കുറച്ചും കൂടി ഫ്രീ ആയിട്ടാണ് അജിത്തിൻ്റെ കൂടെ സിനിമ ചെയ്യുക. പിന്നീട് അയാൾ പിന്നെ അയാളുടെ ഏജിനനുസരിച്ചുള്ള ക്യാരക്ടറെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അജിത്ത് പിന്നെ ഒരു 2015 ശേഷമൊക്കെ ഈ വൈറ്റ് ഹെയറിൽ വരാൻ തുടങ്ങിയ ശേഷം അങ്ങനെ ഒരു യങ്സ്റ്ററായിട്ട് അയാൾ അഭിനയിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഒരു ഹീറോയിൻ്റെ കൂടെ അയാളെക്കാട്ടും എന്താ പറയുക പ്രായം വളരെ കുറവായിട്ടുള്ള ഹീറോയിൻ്റെ കൂടെ ഡാൻസ് അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ അത് തീരെ ഇല്ലാണ്ടായി. ഇപ്പോൾ അയാളുടെ സിനിമയിൽ തന്നെ ഹീറോയിനായിട്ട് വരുന്ന സിമ്രനും തൃശ്യൊക്കെ ആയിട്ട് ഏകദേശം ഒരേ കാലത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അതായത് ഒരു സോഷ്യൽ റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരാളാണ് അയാൾ. അങ്ങനെയാണ് ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അത് പിന്നെ അത് തുടരുന്നുണ്ട്. രജനീകാന്ത് ബ്രേക്ക് ചെയ്തു നമ്മളെ ജയിലറിൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. പക്ഷേ ഈസ് വെരി വെരി ക്ലിയർ, ഇങ്ങനെയൊക്കെയാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അതുപോലെ വളരെ അഡമൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ അയാൾ ഈ 2023 വീനസ് മോട്ടോർ സൈക്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. പിന്നെ അയാൾ എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയുക ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പം മഞ്ജു വാര്യർ തന്നെ തുനുവിൻ്റെ സമയത്ത് അജിത്തിൻ്റെ കൂടെ പോയ കഥകളിലൊക്കെ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാർ നമുക്ക് കാണാൻ കിട്ടില്ല. ഇപ്പം എല്ലാവരും പറയും അയാൾ സിനിമ കാണുക, അയാളൊരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. പക്ഷേ അയാളുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്, അയാളുടെ ഓറ ഭയങ്കരമാണ്. അയാളുടെ ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വലാണ്. കുറച്ചൊക്കെ ഇൻ്റർവ്യൂസ് ഉണ്ട്, കുറേയൊക്കെ പ്രസ് മീറ്റുകളുണ്ട്. അയാൾ ചോദ്യം ചോദിക്കുന്ന, അയാൾ ടക്കുന്ന് ഉത്തരം പറയുന്നതൊക്കെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, അതായത് തഗ്ഗുകളാണ്. ഒരാൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു 5 കൊല്ലം മുമ്പ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു അജിത്ത് അല്ലായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുമ്പ് ഒരു ടക്കെന്ന് പറയുന്നുണ്ട്, പക്വം സാർ എന്ന് പറയും. പക്വം എന്ന് പറഞ്ഞാൽ ഏജ്, പക്വത വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അങ്ങനെയൊക്കെ ഏകദേശം ഒരു ഭയങ്കര തഗ്ഗോടെ മറുപടി പറയുന്ന ആളാണ്. ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് വരിക. ഏത് ചോദ്യത്തിന് ഉത്തരമുണ്ട്, ഈ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഈ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള അങ്ങനെയൊന്നും ഒരു അജണ്ടയും ഇല്ല. അതായത് ഈസ് ട്രാൻസ്പെറൻറ്റ്. ആരെ ഫാനാണ് നിങ്ങൾ എന്ന് കേരളത്തിൽ പലരോടും ചോദിക്കും. തമിഴ് ഏത് ആക്ടറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയനായിരിക്കും കൂടുതൽ പറയുക, അല്ലെങ്കിൽ സൂര്യനായിരിക്കും പറയുക. അജിത്തിന് പറയുന്ന ആൾക്കാർ കുറവായിരിക്കും. അതിന് കാരണം ഈ പബ്ലിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണമാണ്. പക്ഷേ അയാൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോർത്ത് മദ്രാസൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം എപ്പോഴും ചുമരുകളിലും ഓട്ടോകളിലും അജിത്തിൻ്റെ ഫോട്ടോസാണ് കൂടുതലുണ്ടാവുക. ബിക്കോസ് അയാൾ എപ്പോഴും എന്താ പറയുക, ഈ അധ്വാനിക്കുന്ന ഒരു ജനവർഗത്തിൻ്റെ കൂടെയാണ് അയാൾ എന്നും നിൽക്കുക. അങ്ങനെയാണ് ആൾക്കാർ അയാളെ കാണുക. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫാൻസ്, അതായത് അയാളെ ഭാഷ പറഞ്ഞ ഹാർഡ് കോർ ഫാൻസ്, അൺകണ്ടീഷണൽ ഫാൻസ്, അത് അജിത്തിന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു സിനിമേൻ്റെ എന്താ ഈ മായാലോകത്തുനിന്ന് ഒരിക്കലും അയാൾ തെന്നി വീണ് അയാളെ ഫാനാവുന്നതല്ല. അയാളുടെ സിനിമകൾ കണ്ട് അയാളുടെ ഓറ ഇഷ്ടപ്പെട്ട് സിനിമേനെ ഇഷ്ടപ്പെടുന്നവരും അയാളെ ഇഷ്ടപ്പെടുന്നതാണ് അയാളുടെ ഫാൻസ്. എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ആക്ടർ അത് അജിത്ത് മാത്രമേ ഉണ്ടാവും.